പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ വന്യനാമത്തിൽ സ്വാഗതം. ഇന്ന് 2025 ഒക്ടോബർ മാസം 14-ാം തീയതി ചൊവ്വാഴ്ച. ദൈവത്തിൻ്റെ വലിയ സ്നേഹത്താൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നമുക്കേവർക്കും എല്ലാ നിലയിലും അനുഗ്രഹപ്രദമാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 118-ാം സങ്കീർത്തനം 16-ാം വാക്യം. സാംസ് 118 വേഴ്സ് 16 നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. 118-ാം സങ്കീർത്തനം നമുക്കേവർക്കും ഏറെ പരിചിതവും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അനേക സന്ദർഭങ്ങളിൽ ശക്തി പകരുന്നതുമാണ്. 29 വാക്യങ്ങൾ അടങ്ങിയ ഈ സങ്കീർത്തനത്തിന്റെ ഒരു പ്രധാന പ്രത്യേകത തുടക്കവാക്യമായ 1-ാം വാക്യവും അവസാന വാക്യമായ 29-ാം വാക്യവും ഒന്ന് തന്നെയാണ്. ഈ സങ്കീർത്തനത്തിലെ എല്ലാ വാക്യങ്ങളും നമ്മെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ധൈര്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും പ്രത്യാശ ഉളവാക്കുകയും ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. 16-ാം വാക്യം നമുക്ക് വളരെ ആത്മീയ ഉത്തേജനം നൽകുന്ന ഒരു കാര്യമാണ്. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. നാം ആരാധിക്കുന്ന, നാം പിൻപറ്റുന്ന നമ്മുടെ ഉടയവനും പരിപാലകനും സൃഷ്ടിതാവുമായ ദൈവത്തിന്റെ ശക്തി, ഔന്നിത്യം, മഹത്വം എന്ത് എന്ന് വ്യക്തമാക്കുകയാണ്. നാം ഇന്ന് കാണുന്ന ലോകത്തിന്റെ കൈകൾ താണുപോകും, വീണുപോകും. അല്ല, ശക്തരെന്ന് നാം വിശ്വസിക്കുകയും നാം ബഹുമാന പുരസ്സരം ഉള്ളുകൊണ്ട് ആദരിക്കുകയും ചെയ്യുന്നവരുടെ കരങ്ങളൊക്കെയും താണുപോകും. അല്ല, അവസരമനുസരിച്ച് അവർ കൈ വലിച്ചു കളയും. അത് ലോകരാഷ്ട്ര നേതാക്കന്മാരായിക്കൊള്ളട്ടെ, തത്വ സംഹിതകളുടെ ഉപജ്ഞാതാക്കളായിക്കൊള്ളട്ടെ, എന്തിന് ഇന്നത്തെ ആത്മീയ നേതൃത്വങ്ങൾ ആയിക്കൊള്ളട്ടെ, സാഹചര്യമനുസരിച്ച് അവർ മാറിയും മറിഞ്ഞും നിലകൊണ്ട് അവരുടെ കൈകൾ ആർക്കും ഒരു സഹായവും ഇല്ലാതെ പോകുമ്പോൾ നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ കരം ഉയർന്നിരിക്കുന്ന കരമാണ്, വീര്യം പ്രവർത്തിക്കുന്ന കരമാണ്. അതെ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ചില പ്രശ്നങ്ങൾ നമ്മുടെ കരങ്ങൾ കൊണ്ടോ ബുദ്ധി കൊണ്ടോ ആരോഗ്യം കൊണ്ടോ പണം കൊണ്ടോ പിടിപാടുകൾ കൊണ്ടോ നമ്മുടെ ഈ ലോകത്തിന്റെ യാതൊരുവിധ സ്വാധീനങ്ങളും കൊണ്ടും നമുക്കുള്ളത് കൊണ്ടും നാം നേടിയെടുത്ത് നേടാം എന്ന് വിചാരിക്കുന്നത് കൊണ്ടും പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്, നിരവധി കാര്യങ്ങളുണ്ട്. പണമുള്ളവർ, കഴിവുള്ളവർ, സൗന്ദര്യമുള്ളവർ, ആരോഗ്യമുള്ളവർ, സ്വാധീനമുള്ളവർ, സമൂഹത്തിൽ ഉന്നത സ്ഥാനീയർ, ഇവരൊക്കെ കരുതും എന്റെ കയ്യിൽ ഉള്ള ഈ കാര്യങ്ങൾ കൊണ്ട് എല്ലാം നടക്കുമെന്ന്. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ലോകത്തിന്റെ വലിയ വലിയ നേതാക്കളുടെ ജീവിത അനുഭവങ്ങൾ അതിന് വലിയ തെളിവുകൾ തന്നെയാണ്. സ്വർഗത്തിലെ ദൈവം നമ്മോട് കരുണ തോന്നി നമ്മുടെ വിഷയത്തിന്മേൽ ഇടപെടാത്രത്തോളം കാലം നാം എത്ര ഉന്നതരാണെങ്കിലും സഹോദരങ്ങളെ ഒരു കാര്യവും നടക്കുകയില്ല. അതുകൊണ്ട് നമ്മെ കൊണ്ട് പറ്റാത്തത്, നമുക്ക് കഴിയാത്തത്, നമുക്ക് വേണ്ടി ചെയ്തു തരുവാൻ കഴിവുള്ള വീര്യം പ്രവർത്തിക്കുന്ന ഒരു കരം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം.
ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ചിലരെങ്കിലും കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, ഭാര്യയുടെ രോഗം, ഭർത്താവിന്റെ രോഗം, മാതാപിതാക്കളുടേതായിട്ട് വിഷമ പ്രയാസങ്ങൾ, മക്കളെ സംബന്ധിച്ചുള്ള ആകുലതകൾ, കുഞ്ഞുങ്ങളുടെ പഠനം, വിവാഹം, തലമുറ, നിയമപ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, ബാങ്ക് ജപ്തി തുടങ്ങിയ പ്രതിസന്ധികൾ, മാത്രമല്ല ചില നാളുകളായി കുടുംബവുമായി ബന്ധമില്ലാത്ത മക്കൾ, മാതാപിതാക്കളെ വിളിച്ചിട്ട് ആഴ്ചകളും മാസങ്ങളുമായി ഒരു ബന്ധവുമില്ലാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കളെ, നമ്മളെ കൊണ്ട് പറ്റാത്തത് ദൈവത്തിനെ കൊണ്ട് കഴിയും. ദൈവം ഇടപെടും. കാരണം വേണ്ട സ്ഥലത്ത് വേണ്ടതുപോലെ വീര്യം പ്രവർത്തിക്കുന്ന, ഇറങ്ങി വരുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ ഈ ദൈവത്തിൽ ആശ്രയിക്കാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരിലെങ്കിലും ഏത് പ്രസ്ഥാനത്തിലോ, ഏത് സഭയിലോ, ഏത് വ്യക്തിയിലോ, ഏത് ആത്മീയ നേതൃത്വത്തിലോ കർത്താവിനേക്കാൾ ഉപരിയായി സ്നേഹിക്കുകയോ ആരാധിക്കുകയോ പിൻപറ്റുകയോ ചെയ്യുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് ഹൃദ്യമായി പറയുക, സഹോദര സഹോദരി, അങ്ങനെയുള്ള വേണ്ടാത്ത പ്രവണതകൾ അവസാനിപ്പിച്ച് കർത്താവിൽ മാത്രം ശരണപ്പെടുക. ലോകത്തിന്റെ കരങ്ങൾ അശക്തമാണ്, താണുപോകും, ക്ഷീണിച്ച് തളരും. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനത്തിന് അമാലേക്യരുമായി യുദ്ധമുണ്ടായപ്പോൾ ദൈവജനം നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, മോശയുടെ കരം ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജനം ജയിക്കും. എന്നാൽ പർവ്വതത്തിന്റെ മുകളിൽ മോശ കരമുയർത്തി നിന്നു. മാനുഷിക ബലഹീനതയാൽ കരം താഴുമ്പോൾ ഇസ്രായേൽ ജനം പടക്കളത്തിൽ തോൽക്കാൻ പോകുന്നു. ഇത് കണ്ടുകൊണ്ട് ഇതാ അഹരോനും ഹൂരും മോശയുടെ കരം ഉയർത്തിപ്പിടിക്കുകയും ഇസ്രായേൽ ജനം അമാലേക്കിനെ ജയിക്കുകയും അവിടെ അവർ യാഗപീഠം പണിത് കൊടിനാട്ടി യഹോവ നിസിയായി, യഹോവ എന്റെ കൊടിയായി മാറി. അതെ, ലോകത്തിന്റെ കരങ്ങൾ ക്ഷീണിക്കും, തളരും, വീണുപോകും, പരാജയം നേരിടും. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. കാരണം യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കൈ എനിക്കും നിങ്ങൾക്കും വേണ്ടി വീര്യം പ്രവർത്തിക്കുന്നു. നമുക്ക് പറ്റാത്ത ഇടങ്ങൾ, അതെത്ര ദൂരെ ആയിക്കൊള്ളട്ടെ, എത്ര സമീപത്തായിക്കൊള്ളട്ടെ, ആശുപത്രിയുടെ ഉൾമുറി ആയിക്കൊള്ളട്ടെ, അല്ല നിയമകാര്യങ്ങളായിക്കൊള്ളട്ടെ, ഏത് മേഖലയിൽപ്പെട്ട എന്തുമായിക്കൊള്ളട്ടെ, ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ വലങ്കൈ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഉയർന്നിരുന്ന് വീര്യം പ്രവർത്തിച്ച് സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും ദൈവകൃപയുടെയും വാർത്ത കേൾക്കുന്ന ഒരു ധന്യദിനമായി ഇന്നത്തെ ദിനം മാറിത്തീരട്ടെ. അതിന് ദൈവകരങ്ങളിൽ പ്രാർത്ഥനാപൂർവം നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. സ്നേഹസമ്പൂർണനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ലോകകരങ്ങൾ ശക്തി ക്ഷയിച്ച് തളർന്ന് കുഴഞ്ഞു വീഴുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ വലങ്കൈ ഉയർന്നിരിക്കുന്നതാണ്. ഞങ്ങൾക്ക് വേണ്ടി, തന്റെ ഭക്തന്മാർക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്നതാണെന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങൾ ഈ ലോകശക്തിയിൽ ആശ്രയിക്കാതെ ഈ ദൈവത്തിൽ ആശ്രയിച്ച് ഞങ്ങളുടെ ഓരോ ചൂടും വെക്കുവാൻ ഇടയാകണം. വേദനയിലും നിരാശയിലും സങ്കടത്തിലും വിഷമത്തിലുമായി ഇന്ന് ദൈവജനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തി ജീവിതങ്ങളെ സ്വർഗം മാനിച്ച് അവിടുത്തെ ഈ ബലമുള്ള വീര്യം പ്രവർത്തിക്കുന്ന കരങ്ങളാൽ താങ്ങി ഇന്നത്തെ ദിനം അനുഗ്രഹമാക്കി അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ.
ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, ലോകത്തിന്റെ കരമല്ല, നാം വിശ്വസിക്കുന്ന യാതൊരു പ്രത്യയശാസ്ത്രത്തിന്റെയോ തത്വസിംഹതയുടെയോ യാതൊരു യോഗി വര്യന്മാരുടെയോ വാക്കുകളുമല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തിയുള്ള, ബലമുള്ള, ഉയർന്നു നിൽക്കുന്ന, എപ്പോഴും വീര്യം പ്രവർത്തിക്കുന്ന ആ വലങ്കരത്താൽ നമ്മെ ഓരോരുത്തരെയും താങ്ങട്ടെ. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ ഏവരെയും പരിപാലിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.